ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വിവാദമായ കാർഷിക ബിൽ വോട്ടെടുപ്പിനിടെ രാജ്യസഭയിൽ നാടകീയ രംഗങ്ങൾ. തൃണമൂൽ കോൺഗ്രസ് അംഗം ഡെപ്യൂട്ടി ചെയർമാന്റെ ചേംബറിലേക്ക് ഇരച്ചുകയറി. പ്രതിപക്ഷ അംഗങ്ങൾ ബിൽ വലിച്ചുകയറി. സഭാചട്ടങ്ങൾ പാലിക്കാതെ ബില്ലിന്മേൽ വോട്ടെടുപ്പ് നടത്താനുള്ള ഡെപ്യൂട്ടി ചെയർമാന്റെ തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം ഉയർന്നത്. കടുത്ത പ്രതിഷേധങ്ങൾക്കിടെ വിവാദ കാർഷിക പരിഷ്കരണ ബിൽ രാജ്യസഭ പാസാക്കി. കർഷകർക്കുള്ള മരണവാറണ്ടാണ് ബില്ലെന്ന് കോൺഗ്രസ്. സംസ്ഥാനങ്ങളുടെ അധികാരം കൂടി കവർന്നെടുത്ത് കോർപ്പറേറ്റുകൾക്ക് നൽകുന്നതാണ് ബില്ലെന്ന് കെ രാഗേഷ് MP. മിനിമം താങ്ങുവില എടുത്തു കളയില്ല എന്നും കർഷകരെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്നും കേന്ദ്ര കൃഷി മന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ കർഷക ബില്ല് കേരളത്തിന് കനത്ത പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം കുത്തക കമ്പനികൾക്ക് കിട്ടും. പ്രാഥമിക ഉൽപാദക മേഖലയിൽ കമ്പനികൾ കടന്നുകയറുമെന്നും സുനിൽകുമാർ. NK പ്രേമചന്ദ്രൻ MPക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രാവിലെ പാർലമെന്റിന് മുന്നിൽ നടന്ന UDF MPമാരുടെ പ്രതിഷേധത്തിൽ പ്രേമചന്ദ്രൻ പങ്കെടുത്തിരുന്നു. രോഗം സ്ഥിരീകരിച്ചതിന് പിന്നാലെ അദ്ദേഹത്തെ എയിംസ് ട്രോമ കെയർ സെന്ററിലേക്ക് മാറ്റി. തിരുവനന്തപുരത്ത് കോവിഡ് ബാധിച്ച ഡോക്ടർ മരിച്ചു. ഡോക്ടർ MS ആബ്ദിനാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. പെട്ടിമുടി ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 5 ലക്ഷം അനുവദിച്ച് ഉത്തരവിറങ്ങി. 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 4 ലക്ഷം രൂപ റവന്യൂ വകുപ്പ് ദുരന്ത നിവാരണ നിധിയിൽ നിന്നുമാണ് നൽകുക. കരിപ്പൂരിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 10 ലക്ഷം രൂപയും നൽകും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട്. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ 3 സംഘം കേരളത്തിലെത്തി. വയനാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ ഇവരെ വിന്യസിച്ചു. ഇടുക്കി, കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഉള്ള സംഘങ്ങൾക്ക് പുറമെയാണ് 3 സംഘം എത്തിയത്. സംസ്ഥാനത്ത് 8 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. KSEBയുടെ 7 ഡാമുകളിലും ജലസേചന വകുപ്പിന്റെ 1 ഡാമുമാണ് റെഡ് അലർട്ടിന്റെ പരിധിയിൽ. ഷോളയാർ, കല്ലാർകുട്ടി, കുണ്ടള, പെരിങ്ങൽകുത്ത്, ലോവർ പെരിയാർ, മൂഴിയാർ, ബാണാസുര, മംഗലം ഡാമുകളിലാണ് റെഡ് അലർട്ട്. പത്തനംതിട്ട കല്ലറക്കടവിൽ ഒഴുക്കിൽപ്പെട്ട് ഒരാളെ കാണാതായി. അച്ചൻകോവിലാറിൽ കുളിക്കാനിറങ്ങിയ സുധീഷ് കുമാറിനെയാണ് കാണാതായത്. ഫയർഫോഴ്സ് തെരച്ചിൽ തുടരുന്നു. കോഴിക്കോട് കടലാക്രമണ സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലയിൽ ജാഗ്രത. വെള്ളയിൽ തീരത്ത് കടൽക്ഷോഭത്തിൽപ്പെട്ട് ബോട്ട് കരക്കടിഞ്ഞു. മലാപ്പറമ്പ് BSNL ക്വാർട്ടേഴ്സ് വളപ്പിൽ കിണർ ഇടിഞ്ഞു താണു. കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. ആലക്കോട് മതിലിടിഞ്ഞ് വീണ് വീട് തകർന്നു. കുറ്റ്യാട്ടൂർ, തില്ലങ്കേരി, പരിയാരം തുടങ്ങിയിടങ്ങളിൽ വ്യാപകമായ നെൽകൃഷി നാശം. ബാണാസുര സാഗർ അണക്കെട്ടിലെ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയിലെത്തി. 3 മണിക്ക് അല്പസമയത്തിനകം ഷട്ടറുകൾ ഉയർത്തും. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. എറണാകുളം ഭൂതത്താൻകെട്ടി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. കോതമംഗലം മണികണ്ഠൻ ചാൽ ചപ്പാത്ത് വെള്ളത്തിനടിയിലായി. കാറ്റിലും മഴയിലും അങ്കമാലി മേഖലയിൽ നാശനഷ്ടം. മങ്ങാട്ടുകരയിൽ മരം വീണ വീട് ഭാഗികമായി തകർന്നു. തൃശൂർ പെരിങ്ങൽകുത്ത് ഡാമിന്റെ 5 ഷട്ടറുകൾ തുറന്നു. ഷോളയാർ ഡാമിന്റെ 2 ഷട്ടറുകളും തുറന്നു. അസുരൻകുണ്ട്, പത്താഴക്കുണ്ട്, പൂമല ഡാമുകളും തുറന്നു. ഇടുക്കി മലയോര മേഖലയിൽ മഴ തുടരുന്നു. മലങ്കര ഡാമിന്റെ 6 ഷട്ടറുകളും 10 സെന്റിമീറ്റർ കൂടി ഉയർത്തി. തൊടുപുഴയാർ, മൂവാറ്റുപുഴയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. ഇടുക്കിയിൽ മലയോര മേഖലകളിലേക്ക് രാത്രി ഗതാഗതം നിരോധിച്ചു. വൈകിട്ട് 7 മുതൽ രാവിലെ 7 വരെയാണ് യാത്രാ നിരോധനം. ഇടുക്കി കുഞ്ചിത്തണ്ണിയിൽ പാലത്തിനടിയിൽ കുടുങ്ങിയ വയോധികനെ ഫയർഫോഴ്സ് രക്ഷിച്ചു. പാലത്തിനടിയിൽ കിടന്നുറങ്ങിയ ബൈസൺ വാലി സ്വദേശി ബേബിച്ചൻ പുഴയിൽ വെള്ളം കൂടിയതോടെ കുടുങ്ങി. അടിമാലി, മൂന്നാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് ബേബിച്ചനെ രക്ഷിച്ചത്. പാലക്കാട് മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകൾ ഉയർത്തി. പോത്തുണ്ടി ഡാമിന്റെ 3 ഷട്ടറുകളും തുറന്നു. ഭാരതപ്പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ഡാമുകളുടെ വൃഷ്ടി പ്രദേശത്ത് മഴ തുടരുന്നു. മലപ്പുറം ജില്ലയിൽ ഇടവിട്ടുള്ള മഴ തുടരുന്നു. ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നു. നദീതീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. ആലുവ എടത്തലയിൽ ഇന്ന് രാവിലെ ഉണ്ടായ കാറ്റിൽ വ്യാപക നഷ്ടം. നിരവധി മരങ്ങൾ കടപുഴകി വീണു. നിർത്തിയിട്ട വാഹനം തലകീഴായി മറിഞ്ഞു. ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്.
ബാണാസുര സാഗർ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ തുറന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. അതായത് 50 ക്യൂബിക് മീറ്റർ ജലം പുറത്തേക്ക് ഒഴുക്കി വിടുമെന്നാണ് നേരത്തെ നൽകിയ അലർട്ടിൽ പറഞ്ഞിരുന്നത്. അത് പ്രകാരമായിരിക്കും എന്നത് വേണം നിലവിൽ മനസ്സിലാക്കാൻ. മാത്രമല്ല, നിലവിൽ 774.3 മീറ്ററാണ് ബാണാസുര സാഗറിൻ്റെ ജലനിരപ്പ്. അണക്കെട്ടിൻ്റെ സംഭരണശേഷി 775.6 പരമാവധി സംഭരണശേഷി. ഷട്ടറുകൾ തുറന്നതോടെ അണക്കെട്ടിൻ്റെ താഴ്വാരത്തെ കമാൻതോട്, പനമരം പുഴ എന്നിവിടങ്ങളിലെ ജലനിരപ്പ് 25 സെൻറ്റിമീറ്റർ മുതൽ 60 സെൻറ്റിമീറ്റർ വരെ ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നേരത്തെ തന്നെ അലർട്ട് നൽകിയിരുന്നതാണ്. KCB മുന്നറിയിപ്പ് നൽകിയിരുന്നു. കനത്ത മഴയാണ് ഇതിൻ്റെ പ്രദേശങ്ങളിൽ പെയ്യുന്നത്. വയനാട് പ്രത്യേകിച്ച് ഓറഞ്ച് അലർട്ട് തന്നെ പ്രഖ്യാപിച്ചിരുന്ന പ്രദേശങ്ങളാണ്. മലയോര മേഖലകളിലേക്കുള്ള രാത്രി ഗതാഗതം ഉൾപ്പെടെ പൂർണ്ണമായും അവിടെ നിരോധിച്ചിട്ടുണ്ട്. ബാണാസുര സാഗർ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ തുറന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഷട്ടറുകൾ തുറന്ന് 50 ക്യൂബിക് മീറ്റർ ജലം വീതമാണ് പുറത്തേക്ക് ഒഴുക്കി കളയുക. നിലവിൽ 774.3 മീറ്ററാണ് ബാണാസുര സാഗർ അണക്കെട്ടിലെ ജലനിരപ്പ്. അണക്കെട്ടിൻ്റെ സംഭരണശേഷി എന്നുള്ളത്, സംഭരണശേഷി പരമാവധി സംഭരണശേഷിയാണ് 775.6 മീറ്റർ ആണ്. ഷട്ടറുകൾ 2 ഷട്ടറുകളാണ് നിലവിൽ തുറന്നത് എന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ പറഞ്ഞിരുന്ന പ്രകാരം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഷട്ടറുകൾ തുറക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് KCB നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഫാസ്റ്റ് ന്യൂസിലേക്ക്. എറണാകുളം റൂറൽ പരിധിയിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ പോലീസ് പരിശോധന. മുഴുവൻ തൊഴിലാളികളും പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കും. ഇല്ലെങ്കിൽ തൊഴിൽ ഉടമകൾക്കെതിരെ കർശന നടപടി. 3 അതിഥി തൊഴിലാളികളെ NIA അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിലാണ് പരിശോധന. അൽ-ഖയ്ദ ബന്ധം ആരോപിച്ച് ഇന്നലെ കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തവരുടെ ചുമതല ഭീകരാക്രമണം നടത്തുന്നതിനുള്ള ആയുധങ്ങൾ വാങ്ങാൻ പണം കണ്ടെത്തലായിരുന്നു എന്ന് NIA. അൽ-ഖയ്ദയിലേക്ക് രാജ്യവ്യാപക റിക്രൂട്ട്മെന്റിന് ശ്രമം നടക്കുന്നുവെന്നും NIA. അൽ-ഖയ്ദ ബന്ധം ആരോപിച്ച് NIA കേരളത്തിൽ നിന്ന് പിടികൂടിയ 3 ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഇന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. ഇവരെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നതിനായി കോടതി ഇന്നലെ ട്രാൻസിസ്റ്റ് വാറണ്ട് അനുവദിച്ചിരുന്നു. പിടിയിലായ 3 അൽ-ഖയ്ദ ബന്ധമുള്ളവരാണ് എന്ന് NIA കോടതിയെ അറിയിച്ചു. അൽ-ഖയ്ദ ബന്ധം ആരോപിച്ച് പശ്ചിമ ബംഗാളിൽ നിന്ന് ഇന്നലെ NIA അറസ്റ്റ് ചെയ്ത 6 പേരെയും കസ്റ്റഡിയിൽ വിട്ടു. 6 പേരെയും ട്രാൻസിസ്റ്റ് റിമാൻഡ് ചെയ്ത ശേഷം മുർഷിദാബാദ് പ്രത്യേക NIA കോടതി ജഡ്ജി പ്രസേൻജിത് വിശ്വാസ് 24 വരെ കസ്റ്റഡി അനുവദിക്കുകയായിരുന്നു. സാമൂഹിക നീതി വകുപ്പിന് കസ്റ്റംസിന്റെ നോട്ടീസ്. ഏതൊക്കെ ജില്ലകളിൽ എത്ര കിലോ ഈത്തപ്പഴം വിതരണം ചെയ്തു എന്ന വിവരങ്ങളാണ് തേടിയത്. 5 ജില്ലകളിലെ കണക്കെടുത്തുവെന്നും മറ്റു ജില്ലകളിലെ വിവരങ്ങൾ ഉടൻ ശേഖരിക്കുമെന്നും സാമൂഹിക നീതി വകുപ്പ്. സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന മുൻ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടവരെ ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന സംശയം ഉയർന്നു വന്നിട്ടുണ്ടെന്നും അവർക്കെതിരെ അന്വേഷണം പറ്റില്ലെങ്കിൽ അത് തുറന്നു പറയണമെന്നും മുഖ്യമന്ത്രി. ജനങ്ങളെ കലാപത്തിലേക്ക് തള്ളിവിടാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രമമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കള്ളക്കടത്ത് നടത്തിയവരാണ് വിശുദ്ധ ഗ്രന്ഥത്തെ അപമാനിച്ചത്. ഖുറാനെ മുൻനിർത്തി UDF പിന്മാറുകയാണ് എന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. അഴിമതിക്ക് മറപിടിക്കാൻ പടച്ചട്ടയായി വിശുദ്ധ ഗ്രന്ഥത്തെ ഉപയോഗപ്പെടുത്തുകയാണ് LDF എന്ന് PK കുഞ്ഞാലിക്കുട്ടി MP. രാഷ്ട്രീയ നേട്ടത്തിനായി വിശുദ്ധ ഗ്രന്ഥത്തെ ഉപയോഗപ്പെടുത്തിയ LDF ജനങ്ങളോട് മാപ്പ് പറയണമെന്നും PK കുഞ്ഞാലിക്കുട്ടി. ഖുറാന്റെ മറവിൽ സ്വർണ്ണക്കടത്ത് നടന്നതായി പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിയാണ് യഥാർത്ഥത്തിൽ മാപ്പ് പറയേണ്ടതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. കുഞ്ഞാലിക്കുട്ടിക്ക് ജലീലിനോട് വൈരാഗ്യമാണെന്നും കടകംപള്ളി. മന്ത്രി KT ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് നടന്ന സമരങ്ങൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി UDF MPമാർ. മുൻപില്ലാത്ത വിധമാണ് പ്രതിഷേധങ്ങളെ പോലീസ് നേരിടുന്നത് എന്ന് ബെന്നി ബെഹനാൻ പറഞ്ഞു. തീവ്രവാദികൾ കയറിയിട്ട് അതറിയാൻ കഴിയാത്ത പോലീസാണ് കേരളത്തിലേതെന്നും ബെന്നി ബെഹനാൻ. പാലക്കാട് നെന്മാറയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭിക്ഷാടന സമരം. പിരിച്ചെടുത്ത പണം കൊണ്ട് തോർത്തുമുണ്ട് വാങ്ങി KT ജലീലിന് അയച്ചു. മന്ത്രിക്ക് തലയിൽ ഇടാനുള്ള മുണ്ടാണ് എന്ന് യൂത്ത് കോൺഗ്രസ്. ലൈഫ് മിഷൻ തട്ടിപ്പിൽ പോലീസിൽ പരാതി നൽകി അനിൽ അക്കര MLA. മുഖ്യമന്ത്രിയെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീനെയും പ്രതിയാക്കിയാണ് പരാതി. കേരള രാഷ്ട്രീയത്തിലേക്ക് താൻ മടങ്ങണമോ എന്ന് തീരുമാനിക്കേണ്ടത് മുസ്ലിം ലീഗ് പാർട്ടിയാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. നിലവിൽ UDFനെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്നും കുഞ്ഞാലിക്കുട്ടി. കരമന കൂടത്തിൽ കുടുംബത്തിലെ സ്വത്ത് തട്ടിപ്പിൽ കാര്യസ്ഥൻ രവീന്ദ്രൻ നായർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കും. ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം കുറ്റപത്രം തയ്യാറാക്കുന്നു. സ്വത്ത് തട്ടിപ്പിനും ഗൂഢാലോചനയ്ക്കും രവീന്ദ്രനെതിരെ തെളിവ്. കൂടുതൽ പേരെ പ്രതി ചേർക്കാനും അന്വേഷണ സംഘത്തിന്റെ ആലോചന. കൈക്കൂലി കേസിൽ DGP ടോമിൻ J. തച്ചങ്കരിക്ക് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ്. തച്ചങ്കരിക്കെതിരെ തെളിവില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ.
PWD കരാറുകാർക്ക് 1600 കോടിയുടെ കുടിശ്ശിക. സാമ്പത്തിക പ്രതിസന്ധി മൂലം പുതിയ കരാറുകൾ ഏറ്റെടുക്കാത്ത കരാറുകാർ റോഡ് നിർമ്മാണ ജോലികൾ സ്തംഭിക്കും. കോവിഡ് പരിശോധനയ്ക്ക് ക്രിസ്പ് ആർ എന്ന പുതിയ സാങ്കേതിക വിദ്യ കൂടി പുതിയ രീതിക്ക് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ അനുമതി നൽകി. രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 54 ലക്ഷം കടന്നു. 24 മണിക്കൂറിനിടെ 92,605 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 1133 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. പത്തനംതിട്ടയിൽ 3 കോവിഡ് മരണം. അടൂർ സ്വദേശി ഭാസ്കരൻ, പന്തളം സ്വദേശി കൃഷ്ണൻ എന്നിവരാണ് ഇന്ന് മരിച്ചത്. കഴിഞ്ഞ ദിവസം മരിച്ച വല്ലന സ്വദേശി രവീന്ദ്രന് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. കാസർകോട്ട് ഇന്ന് 1 കോവിഡ് മരണം. നിഞ്ച മിയാപദവ് സ്വദേശി ഉമർ ഹാജിയാണ് മരിച്ചത്. ആലപ്പുഴയിൽ ഇന്ന് 1 കോവിഡ് മരണം. കായംകുളം പത്തിയൂർക്കാല സ്വദേശി റജിയ ബീവിയാണ് മരിച്ചത്. ആലപ്പുഴ കായംകുളത്ത് കോവിഡ് ബാധിച്ചു മരിച്ച ദലിത് വയോധികന്റെ മൃതദേഹം പ്രദേശവാസികളുടെ പ്രതിഷേധത്തിനിടെ സംസ്കരിച്ചു. 1-ാം കുറ്റിയിലുള്ള അഗതി മന്ദിരത്തിലെ അന്തേവാസിയായിരുന്ന രാജപ്പന്റെ മൃതദേഹമാണ് സംസ്കരിച്ചത്. ഇടുക്കി നെടുങ്കണ്ടത്തെ മത്സ്യവ്യാപാരിയുടേത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ സമ്പർക്ക പട്ടികയെന്ന് മുഖ്യമന്ത്രി. 3000-ഓളം ആളുകളുമായി സമ്പർക്കമുണ്ടെന്ന് പ്രാഥമിക നിഗമനം. തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ കോവിഡ് വ്യാപനം തുടരുന്നു. ഡോക്ടർമാരടക്കം 25 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 3,01,00,000 പിന്നിട്ടു. 24 മണിക്കൂറിനിടെ മാത്രം രോഗം സ്ഥിരീകരിച്ചത് 3 ലക്ഷത്തോളം പേർക്ക്. കോവിഡ് മരണം 9,60,000 കവിഞ്ഞു. കോവിഡിനെ തുടർന്ന് 15 കോടി കുട്ടികൾ ദാരിദ്ര്യത്തിലായി എന്ന യുനിസെഫ്. പട്ടിണിയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. ഇറാനെതിരായ ആയുധ ഉപരോധം നീട്ടണമെന്ന US സമ്മർദ്ദം തള്ളി പ്രധാന യൂറോപ്യൻ രാജ്യങ്ങൾ. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ UN-ന് കത്ത് നൽകി. അമേരിക്കയുടെ ഉപരോധം ലംഘിക്കണമെന്ന് ലോകത്തോട് ഇറാന്റെ ആഹ്വാനം. ഇറാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജവാദ് സാരിഫാണ് ആഹ്വാനം നടത്തിയത്. ഇസ്രായേൽ കമ്പനികളുമായി UAE സ്ഥാപനങ്ങൾ ഇടപാടുകൾ ആരംഭിച്ചു. പ്രധാന ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഇസ്രായേലിൽ ഓഫീസ് തുറക്കാൻ നടപടി തുടങ്ങി. ഇടവേള. സിറിയയിൽ അമേരിക്ക കൂടുതൽ സൈനികരെ വിന്യസിച്ചു. റഷ്യൻ സേനയുമായുള്ള സംഘർഷം ഉടലെടുത്ത സാഹചര്യത്തിലാണ് നടപടി. അമേരിക്കയിൽ ടിക്ടോക്ക് നിരോധനം നടപ്പാക്കുന്നത് ഒരാഴ്ച കൂടി വൈകും. US-ലെ ടിക്ടോക്ക് ഓപ്പറേഷന്റെ ഉടമസ്ഥത കൈമാറ്റത്തിന് സാവകാശം നൽകാൻ ട്രംപ് ഭരണകൂടത്തിന്റെ നടപടി. WeChatന് വിലക്കേർപ്പെടുത്തിയ അമേരിക്കൻ നടപടിക്കെതിരെ ചൈന. വിലക്ക് പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. വിഷപ്രയോഗമേറ്റ് ചികിത്സയിൽ കഴിയുന്ന റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നാൽവനിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. നാൽവനി ചലനശേഷിയും സംസാരശേഷിയും വീണ്ടെടുത്തു. ഖത്തറിന് നാറ്റോ ഇതര സഖ്യരാജ്യ പദവി നൽകാൻ അമേരിക്കൻ തീരുമാനം. ഇതോടെ പ്രതിരോധ സൈനിക മേഖലകളിലും യുദ്ധസാമഗ്രികളുടെ കയറ്റുമതിയിലും അമേരിക്ക ഖത്തറിന് കൂടുതൽ പരിഗണന നൽകും. US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയും ഖത്തർ ഉപപ്രധാനമന്ത്രിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ പ്രഖ്യാപനം. ബെലാറൂസിൽ പ്രതിപക്ഷ പ്രക്ഷോഭം ശക്തമായി തുടരുന്നു. പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച 300-ലേറെ വനിതകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തലസ്ഥാനത്ത് ഇന്നലെ നടന്ന മാർച്ചിൽ പങ്കെടുത്തത് 2000-ലേറെ സ്ത്രീകൾ. വൈറ്റ് ഹൌസിലേക്ക് അയച്ച മാരക വിഷമടങ്ങിയ കവർ പോലീസ് കണ്ടെത്തി. കാനഡയിൽ നിന്നാണ് കവർ അയച്ചത്. FBI-യും കനേഡിയൻ പോലീസും ചേർന്ന് അന്വേഷണം തുടങ്ങി. കാനഡയുടെ മുൻ പ്രധാനമന്ത്രി ജോൺ ടർണർ അന്തരിച്ചു. 11 ആഴ്ചയാണ് ടർണർ പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നത്. പുറത്തുനിന്നുള്ള ഭീഷണി സജീവമാണെങ്കിലും ചൈനയുടെ സമ്പദ് രംഗം ഊർജ്ജസ്വലമാണെന്ന് പ്രസിഡന്റ് ഷീ ജിൻപിങ്. കോവിഡ് ഉണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് ചൈനീസ് സമ്പദ് രംഗം വേഗത്തിൽ കരകയറുകയാണ് എന്ന് വിദഗ്ധർ. തായ്ലൻഡിൽ രാജവാഴ്ചയ്ക്കെതിരെ വൻ പ്രതിഷേധം. ഒക്ടോബറിൽ പ്രക്ഷോഭമെന്ന പ്രഖ്യാപനം. പ്രതിഷേധക്കാർ പോലീസിന് മുന്നിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു. US സുപ്രീം കോടതി ജഡ്ജി റൂത്ത് ബേഡർ അന്തരിച്ചു. അമേരിക്കയിലെ സുപ്രീം കോടതി ജഡ്ജിയായ 2ാമത്തെ വനിതയാണ് ഇവർ. പാൻക്രിയാസ് ക്യാൻസറിനെ തുടർന്നാണ് അന്ത്യം. സുപ്രീം കോടതിയിലേക്ക് നിർദ്ദേശിക്കുക വനിതയായിരിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സുപ്രീം കോടതി ജസ്റ്റിസ് റൂത്ത് ബാദർ ഗിൻസ്ബർഗിന്റെ മരണത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. അമേരിക്കയിലെ ന്യൂയോർക്കിൽ വിരുന്നു സൽക്കാരത്തിനിടെയുണ്ടായ വെടിവയ്പിൽ 2 പേർ മരിച്ചു. 14 പേർക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഗൾഫിൽ ഇന്നലെ 31 കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഗൾഫിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 6690 സൗദിയിൽ 28 പേർ ഇന്നലെ മരിച്ചു. സൗദിയിൽ ഇതുവരെ 60 ലക്ഷത്തിലധികം പേരിൽ കോവിഡ് പരിശോധന നടത്തിയതായി ആരോഗ്യ മന്ത്രാലയം. രോഗം സ്ഥിരീകരിച്ചത് 5.5% പേർക്ക്. 94% പേർക്ക് രോഗം ഭേദമായി.
ഇന്തോനേഷ്യയിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു. ഇന്നലെ മാത്രം കോവിഡ് സ്ഥിരീകരിച്ചത് 4168 പേർക്ക്. രാജ്യത്ത് സ്ഥിരീകരിക്കുന്ന ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണിത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഐക്യരാഷ്ട്രസഭയ്ക്ക് സൗദി സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രാജ്യങ്ങളിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് സഹായം. 375 മില്യൺ സൗദി റിയാലാണ് കൈമാറുക. കുവൈറ്റിൽ ബാങ്കുകളിലെ സ്വദേശീവൽക്കരണം ഊർജിതമാക്കാൻ സെൻട്രൽ ബാങ്ക് നിർദ്ദേശം. കുവൈറ്റി യുവാക്കളെ നിയമിക്കാൻ ആവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കണം. ബാങ്കിംഗ് മേഖലയിലെ പുതിയ അവസരങ്ങൾ കുവൈറ്റികൾക്കായി പരിമിതപ്പെടുത്തണമെന്നും നിർദ്ദേശം. ദുബായ് മെറീന ജംഗ്ഷനിൽ കാൽനട യാത്രക്കാർക്കായി മേൽപ്പാലം തുറന്നു. സുരക്ഷയ്ക്ക് മുൻഗണന നൽകി പുതിയ മാതൃകയിലാണ് പാലം നിർമ്മിച്ചത്. നഗരത്തിലെ തിരക്ക് കുറയ്ക്കാനാണ് പുതിയ സംവിധാനം. റിയാദ് മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം പിടികൂടി. സൗദി അഴിമതി വിരുദ്ധ സമിതിയാണ് പണം പിടിച്ചത്. അഴിമതി വിരുദ്ധ സമിതിക്ക് കിരീടാവകാശിയുടെ അഭിനന്ദന സന്ദേശം. ഒമാനിൽ മധുരപാനീയങ്ങളുടെ വില കൂടും. 50% ഷുഗർ എക്സൈസ് നികുതി അടുത്ത മാസം പ്രാബല്യത്തിൽ വരും. തിരുവനന്തപുരം പാറശാല പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഓഫീസ് കുത്തി തുറന്ന 3 പവൻ സ്വർണവും 30,000 രൂപയും കവർന്നു. ക്ഷേത്രത്തിന്റെ പിന്നിലെ ഗേറ്റ് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. വാരിയൻകുന്നത്ത് കുഞ്ഞാമത് ഹാജിയെ രക്തസാക്ഷി പട്ടികയിൽ നിന്ന് നീക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച മുസ്ലിം ലീഗ് എംപിമാർ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര പിഴവ് തിരുത്തണമെന്ന് എംപിമാർ. ആലപ്പുഴ തോട്ടപ്പള്ളി പൊഴിമുഖത്ത് നിന്ന് നീക്കുന്ന കരിമണൽ എത്രയെന്നും എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നും സംബന്ധിച്ച് സർക്കാർ റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതി. മണൽ നീക്കം പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ എന്ന കാര്യം അറിയിക്കണമെന്നും കോടതി. നിർധന കുടുംബത്തിനായി കോട്ടയം ജില്ലയിൽ നിർമ്മിച്ച 72ാമത്തെ വീട് CPM കൈമാറി. ഏറ്റുമാനൂർ പേരൂർ സ്വദേശി കുഞ്ഞുമോനും കുടുംബത്തിനും കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിശ്വനാണ് വീടിന്റെ താക്കോൽ കൈമാറിയത്. CPM പേരൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 8.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീട് നിർമ്മിച്ചത്. ഇടവേള. ജമ്മു അതിർത്തിയിൽ വൻതോതിൽ ലഹരി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. 58 പാക്കറ്റ് ലഹരി ഉൽപ്പന്നങ്ങളും 2 പിസ്റ്റളുകളുമാണ് പിടിച്ചെടുത്തത്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സാണ് പിടിച്ചെടുത്തത്. IPL-ൽ ആദ്യ ജയം ചെന്നൈ സൂപ്പർ കിങ്സിന്. നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനെ 5 വിക്കറ്റിന് അട്ടിമറിച്ചാണ് ചെന്നൈ പുതിയ സീസണ് തുടക്കം കുറിച്ചത്. ഇന്ന് ഡൽഹി ക്യാപിറ്റൽ കിങ്സ് 11 പഞ്ചാബിനെ നേരിടും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ അട്ടിമറിച്ച് ക്രിസ്റ്റൽ പാലസ്. ക്രിസ്റ്റലിന്റെ ജയം 1-നെതിരെ 3 ഗോളുകൾക്ക്. പ്രീമിയർ ലീഗിൽ ഇന്ന് കരുത്തരുടെ പോരാട്ടം. ലണ്ടനിൽ ചെൽസിയും ലിവർപൂളും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 9 മണിക്ക് മത്സരം തുടങ്ങും. ബുണ്ടസ് ലീഗയിൽ ബൊറൂസിയ ഡോട്ട്മുണ്ടിന് വിജയത്തുടക്കം. മോഷൻ ഗ്ലാഡ്ബാക്കിനെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചു. 3ാം ജയവുമായി ബാഴ്സലോണ പ്രീ സീസൺ അവസാനിപ്പിച്ചു. എൽച്ചയ്ക്കെതിരെ ബാഴ്സയുടെ ജയം എതിരില്ലാത്ത 1 ഗോളിന്. ഗ്രീസ്മാനാണ് വിജയ ഗോൾ നേടിയത്. കളിയിലെ താരമായത് കുട്ടിഞ്ഞോ. സ്പാനിഷ് ലീഗ് ഫുട്ബോൾ പുതിയ സീസണിൽ നിലവിലെ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡ് ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങും. റയൽ സോസിഡാഡാണ് എതിരാളികൾ. മത്സരം രാത്രി 12:30. 5ാമത്തെ വിദേശ സൈനിങ്ങും പൂർത്തിയാക്കി ഹൈദരാബാദ് FC. കരാറിലെത്തിയത് സ്പാനിഷ് പ്രതിരോധ താരം ഒനായിന്തിയുമായി. 1 വർഷത്തേക്കാണ് കരാർ. റോം ഓപ്പണിൽ നൊവാക് യോക്കോവിച്ച് സെമിഫൈനലിൽ. ജർമ്മൻ താരം ഡൊമിനിക് കോഫറെ തോൽപ്പിച്ചത് 3 സെറ്റ് നീണ്ട പോരാട്ടത്തിൽ. സ്കോർ 6-3, 4-6, 6-3. റോം ഓപ്പണിൽ റഫേൽ നദാൽ പുറത്ത്. നദാലിനെ അട്ടിമറിച്ചത് അർജന്റീൻ താരം ഡീഗോ ഷോർട്സ്മാൻ. ഷോർട്സ്മാന്റെ ജയം നേരിട്ടുള്ള സെറ്റുകൾ. ഫാസ്റ്റ് ന്യൂസ് കഴിഞ്ഞു. നമസ്കാരം.